ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കുറേ ഒരു വ്ളോഗ് ചെയ്തിട്ട് കുറച്ച് പേരൊക്കെ ചോദിക്കുന്നുണ്ട് എന്തേ വ്ളോഗൊന്നും ഇല്ലാതെ. അതുകൊണ്ട് ഇപ്രാവശ്യം ഏതായാലും ഒരു വ്ളോഗ് ചെയ്യാൻ തീരുമാനിച്ച് നമ്മൾ രാവിലെ തന്നെ കുളിച്ചൊരുങ്ങി രാവിലെ തന്നെ പോകുന്നതെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നിയായിരിക്കും എവിടെയാണെന്നല്ലേ. അതെ, നമ്മൾ ഒരു അമ്പലത്തിലേക്കാണ് പോകുന്നത്. അബുദാബിയിൽ ഇപ്പം ഒരു അമ്പലം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ അമ്പലത്തിലേക്ക് നമ്മൾ ഇതുവരെ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്രാവശ്യം അങ്ങോട്ടേക്കാണ് യാത്ര. രാവിലാന്നൊന്നും പറഞ്ഞുകൂടാ, നമ്മളെ സംബന്ധിച്ച് കുറച്ച് രാവിലെ തന്നെയാണ്. ഒരു 7:45 8 മണിയേ ആയിട്ടുള്ളൂ. പൊതുവേ നമ്മൾ കുറച്ച് ലേറ്റായിട്ട് എണീക്കുന്നവരാണ്. അപ്പോൾ അതുകൊണ്ടാണ് രാവിലാന്ന് പറഞ്ഞത്. നമ്മൾ എത്ര ലേറ്റായിട്ടും ഇരിക്കും, പക്ഷേ രാവിലെ എണീക്കാൻ ഇത്തിരി മടിയാണെല്ലായിരിക്കും. പക്ഷേ എല്ലാവരും രാവിലെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് അപ്പോൾ അമ്പലത്തിലേക്ക് പോകേണ്ട പരിപാടിയാണ്. അപ്പോൾ രാവിലെ 9 മണിക്കാണ് അവിടെ ഓപ്പൺ എന്ന് പറഞ്ഞ്. അപ്പോൾ നമ്മുടെ റൂമിൽ നിന്ന് ഏകദേശം 1 മണിക്കൂറുള്ള ഒരു യാത്രയാണ്. അപ്പോൾ എല്ലാവരും റെഡിയായി ഒരു 9 മണി 9:15 ആകുമ്പോൾ അവിടെ എത്താമെന്നുള്ള പരിപാടിയിലാണ്. അപ്പം ഗൂഗിൾ മാപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ തന്നെ ഇപ്പം ടൈം കാണിക്കുന്നുണ്ട് 9:10 അങ്ങനെയായിട്ട് ടൈം കാണിക്കുന്നത് അവിടെ എത്തുന്നത്. അപ്പോൾ നമുക്കൊന്ന് പോയി നോക്കാം. അപ്പോൾ നമ്മൾ രജിസ്ട്രേഷനൊക്കെ നടത്തിയിട്ടുണ്ട്. അതിലൊരു കൺഫ്യൂഷൻ ഉണ്ട്. ചില ആൾ രജിസ്ട്രേഷൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ നമ്മൾ ഓൾറെഡി തലേന്ന് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് അവർ ടൈം നമ്മളോട് സെലക്ട് ചെയ്യാൻ പറയുന്നുണ്ട്. അങ്ങനെയാണ് 9 മണി നമ്മൾ സെലക്ട് ചെയ്തത്. കാരണം 9 മണിക്കാണ് ഓപ്പണ്. അപ്പോൾ ആ ടൈം ആകുമ്പോൾ എത്തണം എന്നുള്ളത് കൊണ്ട് പിന്നെ നമ്മൾ കുറച്ച് രാവിലെ ഇറങ്ങിയതാണ്. 1 അവർ ട്രാഫിക്കൊക്കെ ഉണ്ടാവുമെന്നൊന്നും അറിയുന്നില്ല. പക്ഷേ വലിയ ട്രാഫിക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ രജിസ്റ്റർ ചെയ്യാണ്ടും പോകാൻ തോന്നും. പക്ഷെ അവിടെ എത്തിക്കഴിയുമ്പോൾ പിന്നെ ബാർകോഡ് സ്കാൻ ചെയ്യാനോ അങ്ങനെ എന്തോ പറയുന്ന കണ്ടു. പിന്നെ മൺഡേ ക്ലോസും ആണെന്ന് തോന്നുന്നു. അങ്ങനെ ഞാൻ പിന്നെ സെർച്ച് ചെയ്തേരം കണ്ടത്. ബാക്കി ഡീറ്റെയിൽസ് ഒന്നും നോക്കിയില്ല. പിന്നെ വലിയ ട്രാഫിക്കൊന്നും ഉണ്ടായിരുന്നില്ല. സാറ്റർഡേ മോർണിംഗ് ആയതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അതിനടുക്ക് നമ്മളൊന്ന് പെട്രോൾ അടിക്കാൻ കയറി. അങ്ങനെ കുറച്ച് സമയം ലേറ്റായി. അപ്പോഴേക്കും രണ്ടാളും സൈഡ് ഉറങ്ങി തുടങ്ങിയിട്ടുണ്ട്. കാരണം 1 അവർ ഉണ്ടല്ലോ നമുക്ക് ട്രാവൽ ചെയ്യാൻ. ആ സമയം കൊണ്ട് ഇവർ രണ്ടാളും സൈഡായിട്ടുണ്ട്. പൊതുവേ ഞാനാണ് ആദ്യം ഉറങ്ങാറുള്ളത്. പക്ഷേ ഇപ്രാവശ്യം ഞാൻ നോക്കുമ്പോൾ ഇവർ തന്നെ രണ്ടാളും ചെറിയൊരു ഉറക്കം പാസ്സാക്കിയിട്ടുണ്ട്. കുറച്ച് രാവിലെ എഴുന്നേറ്റാണ്ടായിരിക്കാം. കാരണം തലേന്ന് സ്കൂളൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വന്ന് ലേറ്റായി കിടക്കാൻ. അപ്പോൾ രാവിലെ തന്നെ ഞാൻ എഴുന്നേൽപ്പിച്ച് ഇറങ്ങിയതാണല്ലോ. അപ്പോഴേക്കും അവർ രണ്ടാളും സൈഡായി. പിന്നെ ഒരു അരമണിക്കൂറോളം ഞാനും ഒന്ന് ഉറങ്ങി എഴുന്നേറ്റു. കാരണം ഞാനും ഒന്ന് അപ്പോൾ ഞാൻ എഴുന്നേരം പറഞ്ഞു എല്ലാവരും ഉറങ്ങി. അപ്പോൾ വിനാടൻ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാനും ഉറങ്ങിയോന്ന്. അപ്പോൾ വിനാടനൊഴികെ നമ്മളെല്ലാവരും ഒന്ന് കണ്ണ് ചിമ്മി എഴുന്നേറ്റു. ഞാൻ എഴുന്നേൽക്കുമ്പോൾ ഇനി പിന്നെ ഒരു 3 മിനിറ്റായിട്ടേ നമ്മൾ അമ്പലത്തിലേക്ക് കാണിക്കുന്നുണ്ടായിരുന്നുള്ളൂ. 6 മിനിറ്റ് അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂറോളം ഞാനും ഒന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. രാവിലെ തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. നമുക്ക് ഈ കാഴ്ച വളരെ അപൂർവമായിട്ടേ കിട്ടാറുള്ളൂ. കാരണം നമ്മളധികം ഇത്ര രാവിലെ ഇറങ്ങാറില്ല. അതുകൊണ്ട് തന്നെ നമ്മളെ ഇറക്കം 11 മണി 12 മണിയൊക്കെയാണ്. നമ്മളധികവും നൈറ്റാണ് പുറത്തിറങ്ങാറുള്ളത്. ഇത് കുറച്ച് രാവിലെ ആയതുകൊണ്ട് അധികം ട്രാഫിക്കൊന്നും ഉണ്ടായിരുന്നില്ല. റോഡും സ്കൈയും എല്ലാം നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഏകദേശം ഒരു 2 മിനിറ്റ് ബാക്കിയുള്ളപ്പോൾ തന്നെ അമ്പലം പുറത്തുനിന്ന് നമുക്ക് റോഡ് സൈഡിൽ നിന്ന് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മളെ ഫ്രണ്ടിൽ പോകുന്ന വണ്ടികളെല്ലാം അങ്ങോട്ടേക്ക് തന്നെയാണെന്ന് തോന്നുന്നു. കാരണം ആ ഭാഗത്ത് വേറെ ചർച്ചുണ്ട്. പിന്നെ അങ്ങനെ കൂടുതൽ വേറെ സൗകര്യങ്ങളുണ്ടോ എന്നൊന്നും അറിയുന്നില്ല. നമ്മൾ ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പം തന്നെ നമുക്ക് ഈ റോഡിൻ്റെ സൈഡിൽ നിന്ന് അമ്പലത്തിൻ്റെ ചെറിയ ഭാഗം കാണാൻ പറ്റുന്നുണ്ട്. ഇനി അങ്ങോട്ടേക്കാണ്. കാരണം ആദ്യം പോകുന്നതുകൊണ്ട് നമുക്ക് കുറച്ചൊരു കൺഫ്യൂഷൻ ഉണ്ട്. പാർക്കിംഗ് എന്താണ് ഒന്നും അറിയുന്നില്ലല്ലോ. അപ്പോൾ പാർക്കിങ്ങിനൊന്നും യാതൊരു ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളെ ഫ്രണ്ടിൽ പോകുന്ന വണ്ടിയൊക്കെ അങ്ങോട്ടേക്ക് തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് കയറുമ്പോൾ തന്നെ വിനോദം പറയുന്നുണ്ട് നല്ല തിരക്കാൻ തോന്നുന്നല്ല. പക്ഷേ വിചാരിച്ച പോലെയുള്ള തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും അത്യാവശ്യം പിന്നെ എന്താ പറയണ്ടേ വർക്കിംഗ് ഡേ ഒന്നും അല്ലല്ലോ. അപ്പോൾ പിന്നെ എന്തായാലും ചെറിയൊരു തിരക്ക് വലിയ ഇതൊന്നുമില്ല. പക്ഷേ നമുക്കൊരു അബദ്ധം പറ്റിയെന്ന് വെച്ചാൽ ഇത് ഫെബ്രുവരിയിലെ ഓപ്പൺ ആയിരുന്ന അമ്പലമായിരുന്നു. ഫെബ്രുവരി 14 ഓപ്പൺ ആയത്. പക്ഷേ ഇത്രയും നാൾ വരാൻ പറ്റാത്തതാണ് പറ്റിയത്. കാരണം ഇപ്പം നല്ല ചൂട് തുടങ്ങി. മാർച്ചും ഏപ്രിലൊക്കെ നല്ല ക്ലൈമറ്റ് ആയിരുന്നു. ആ ടൈമൊന്നും വരാണ്ട് ഈ ചൂട് സമയം ഇറങ്ങിയത് ചെറിയൊരു അബദ്ധമാണ്. പക്ഷേ എല്ലാത്തിനും ഓരോ സമയമുണ്ട് എന്ന് പറഞ്ഞ പോലെ നമുക്ക് ഇന്നാണ് വരാൻ സമയം കിട്ടിയത്. അപ്പോൾ ഇച്ചിരി ചൂടോടെയാണ് ഇറങ്ങിയത്. അതുകൊണ്ട് കൂടുതൽ സമയമൊന്നും അവിടെ ചിലവഴിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം അത്യാവശ്യം നല്ല ചൂടായത് കാരണം. അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് കയറി നോക്കാം. അങ്ങനെ നമ്മൾ ഉള്ളിലേക്ക് കയറി. അപ്പോൾ പുറത്തുനിന്ന് തന്നെ ഗൈഡ് ലൈൻസ് എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല. അപ്പോൾ അവിടെ ഒരു അബദ്ധം പറ്റിയെന്ന് വെച്ചാൽ സ്ലീവ്ലെസ് ഡ്രസ്സ് പറ്റില്ലായിരുന്നു. അപ്പോൾ പൈങ്കിളിക്ക് സ്ലീവ്ലെസ് ഡ്രസ്സായിട്ട് കൊടുത്തത്.
അപ്പോൾ അവിടെ നിന്നൊരു ഷോൾ കൊടുക്കുന്നുണ്ടായിരുന്നു, അങ്ങനെ ഷോൾ വാങ്ങിച്ചു. പിന്നെ ഭയങ്കര ചെക്കിംഗ് ആണ് കേട്ടോ, നമ്മുടെ എയർപോർട്ടിലൊക്കെ കയറുമ്പോഴുള്ള ചെക്കിംഗ് ഒക്കെ ഉണ്ട്, അതുപോലത്തെ ചെക്കിങ്. കാരണം ബാഗ് ചെക്ക് ചെയ്യുന്നുണ്ട്, നമ്മളെ മൊത്തത്തിൽ ഒന്ന് അവർ സ്കാൻ ചെയ്ത് വിടുന്നുണ്ട്. അപ്പോൾ എന്താ പറയണ്ടേ, സ്ലീവ്ലെസ് ഇനി ആരെങ്കിലും ഒന്ന് ശ്രദ്ധിച്ചോ, സ്ലീവ്ലെസ് പറ്റില്ല അഥവാ ഇനി പോകാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ. അപ്പോൾ പിന്നെ അങ്ങനെ കുറച്ച് ഡ്രസ്സിൻ്റെ കുറച്ച് കാര്യങ്ങളുണ്ട്, പിന്നെ നമ്മൾ ഗൂഗിൾ ചെയ്താൽ മനസ്സിലാവും. ഞാനതൊന്നും ശ്രദ്ധിക്കാണ്ടാണ് പോയിട്ടുണ്ടായത്. അപ്പോൾ അവിടുന്ന് അവർ പറഞ്ഞ് അങ്ങനെ ഒരു ഷോൾ അവിടെ നിന്ന് കൊടുക്കുന്നുണ്ട്, തിരിച്ചു വരുമ്പോൾ അവിടെ ഏൽപ്പിക്കുകയോ വേണ്ടും. അങ്ങനെ പൈസയും കാര്യങ്ങളൊന്നുമില്ല, ഫ്രീ ആയിട്ട് അങ്ങനെ അവൾ ഷോൾ വാങ്ങി. അതോടെ അവൾക്കൊരു മൂഡ് ഓഫ് ആയിരുന്നു കാരണം അവിടുന്ന് വാങ്ങിയ ഷോളൊക്കെ ഇട്ട് പോകാറുണ്ടത്. അതും കുഴപ്പമില്ലാതെ പറഞ്ഞിട്ട് നമ്മളങ്ങനെ ഉള്ളിലേക്ക് കിടക്കുവാണ്. അവിടെ എല്ലാം പിന്നെ റെസ്റ്റോറൻ്റ് ഉണ്ട്, അതുപോലെ റെസ്റ്റ് ഏരിയ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അപ്പോൾ നമ്മളിങ്ങനെ ഓരോ ഭാഗം നോക്കി നോക്കി പോവുകയാണ്, എന്താണ് ഏതാണെന്ന് നമുക്കൊരു ഐഡിയ ഇല്ലല്ലോ. അപ്പോൾ നമ്മളെ ഫ്രണ്ടിൽ കുറേ ആൾക്കാർ നടക്കുന്നുണ്ട്, ഏകദേശം ആ ലക്ഷ്യം വെച്ച് നമ്മളും നീങ്ങി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഫുഡ് കോർട്ട്, വാഷ്റൂം, ഷൂ ഹൗസ് എന്നൊക്കെ കാണുന്നില്ലേ. അപ്പോൾ നമുക്ക് ഷൂ അയച്ചു വെക്കണ്ടേ, അപ്പോൾ നമ്മൾ ഷൂ ഹൗസിലൊക്കെട്ടാണ് പോയത്. നല്ല സൗകര്യമുണ്ട്, നല്ല ക്ലീനും കാര്യങ്ങളും, അങ്ങനെ കുറേ സ്പേസും ഉണ്ട് നമുക്ക് വെക്കാനൊക്കെ. അപ്പോൾ അതൊക്കെ ഈസി ആയിട്ട് ചെയ്യാം. അതുപോലെ തന്നെ അത് കഴിഞ്ഞ് നമുക്ക് ഹാൻഡൊക്കെ ഒന്ന് വാഷ് ചെയ്യേണ്ട സൗകര്യവും എല്ലാം ഇവിടെ തന്നെയുണ്ട്. അതിൻ്റെ സൈഡിലായിട്ട് മുല്ലപ്പൂ കൊടുക്കുന്നുണ്ട്, അതുപോലെ നമുക്ക് ഡ്രിങ്കിങ് വാട്ടർ സൗകര്യമുണ്ട്, എല്ലാം ഉണ്ട് ആ ഒരു ഹോൾ പോലത്തെ ഒരു സ്ഥലത്ത്. നല്ല ക്ലീനുമാണ് സംഭവം, എല്ലാം അടിപൊളിയാണ്. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് മനോഹരമായ കാഴ്ചയാണ്, നല്ല ഭംഗിയുണ്ട് കാണാൻ. എങ്ങനെയാണ് അത് വിവരിക്കേണ്ടതെന്ന് എനിക്കറിയുന്നില്ല, കാരണം നമ്മൾ ഈ വീഡിയോ കാണുന്ന പോലെയൊന്നുമല്ല. വീഡിയോ തന്നെ എനിക്കൊന്നും അതിൻ്റെ ഭംഗി കുറേ കിട്ടിയിട്ടുണ്ട്, പക്ഷേ നേരിട്ട് കാണുമ്പം ഒരു പ്രത്യേക ഫീൽ തന്നെയാണ്. അതായത് അമ്പലത്തിൽ നമ്മൾ പോയ ആ ഫീലല്ല, പക്ഷെ അവിടുത്തെ ആ കൊത്തുപണികളും അവിടെയുള്ള ഒരുക്കിയ ഇതെല്ലാം കാണാൻ ഭയങ്കര ഭംഗിയാണ്. അപ്പോൾ പിന്നെ ഇത് മാക്സിമം, കാരണം എല്ലാ അമ്പലത്തിലെ പോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് വീഡിയോ അലൗഡ് അല്ല. അപ്പോൾ മാക്സിമം എവിടം വരെ നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റും അവിടം വരെ ഉള്ളതൊക്കെ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. കാരണം മാക്സിമം എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ശ്രമിച്ചിട്ടുണ്ട് അത് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ. പക്ഷേ എത്രത്തോളം ഇതായിരുന്നില്ല, കാരണം ഉള്ളിലുള്ള നമുക്കൊരു സംഭവങ്ങളും നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം സെക്യൂരിറ്റി അപ്പം തന്നെ വന്ന് പറയുന്നുണ്ട് പറ്റില്ല ഇത് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഞാൻ നോക്കുന്നത് പൈങ്കിലേക്ക് പാവാട ഇട്ടിട്ട് സ്റ്റെപ്സ് കയറാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അവളത് എങ്ങനെയൊക്കെയോ കയറി പിടിച്ച് വരുന്നതാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ സ്റ്റെപ്സ് കയറി അങ്ങോട്ട് പോകണോ, ഇങ്ങോട്ട് എന്തോ ഒരു ബോർഡ് കാണുന്നുണ്ട്, അപ്പോൾ അങ്ങോട്ടേക്ക് പോകണോ എന്നുള്ള അതെന്തോ അഭിഷേക മണ്ഡപ അങ്ങനെ എന്തോ ആണ്. അപ്പോൾ ആദ്യം നമ്മൾ പിന്നെ അവിടെ പോയി നോക്കി, അതിന് ശേഷം എന്തോ എൻട്രി ഉണ്ടോ എന്നൊന്നും നമുക്കറിയുന്നില്ല. കാരണം എൻട്രി ബോർഡ് കാണുന്നുണ്ട്, പക്ഷേ അങ്ങോട്ടേക്ക് കയറാൻ പറ്റുമോ എങ്ങനെയാണെന്ന് അറിയുന്നില്ല. അപ്പോൾ ജസ്റ്റ് കാണുന്നില്ലേ, നല്ല ഭംഗിയില്ലേ ഇതെല്ലാം ഇവർ കുത്തിവെച്ച ഇതൊക്കെ കാണാൻ. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് നമ്മൾ പിന്നെ അങ്ങ് ഉള്ളിലേക്ക് മണ്ഡപത്തിലേക്ക് കയറുന്ന അവിടത്തേക്കാണ് പോകുന്നത്. നമ്മൾ ഭംഗി ആസ്വദിക്കുക, അത്രയാണ് ഉദ്ദേശിച്ചത്. ദേവീ ദേവന്മാരെയൊക്കെ ഒന്ന് കാണുക, തൊഴുക, അപ്പോൾ ഇതിൻ്റെ ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിക്കുക. അപ്പോൾ ഞാൻ മാക്സിമം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഒന്ന് കവർ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ നോക്കുന്നുണ്ടായിരുന്നു, പക്ഷേ അതൊന്നും നടന്നില്ല. അപ്പോൾ അവിടെ മുകളിൽ നമ്മൾ കയറിയിട്ട് താഴത്ത് കാണുന്ന വ്യൂ അത്. അതിനുശേഷം നമ്മൾ വീണ്ടും ഉള്ളിലോട്ട് കയറേണ്ട പരിപാടിയാണ്. അപ്പോൾ ഇതിനാട്ടിലും പൈങ്കിളിയൊക്കെ കയറി. അപ്പോൾ ഞാൻ ഇതിൻ്റെ മാക്സിമം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഒന്ന് കുറച്ച് എനിക്ക് കാണുന്നുണ്ടായിരുന്നു, അതൊന്ന് പിടിക്കാൻ പറ്റുമോ നോക്കിയതാണ്, റെക്കോർഡ് ചെയ്യാൻ പറ്റുമോ, പക്ഷേ കഴിഞ്ഞില്ല. അപ്പോൾ ഞാനൊന്ന് ഉള്ളിൽ കയറിയിട്ട് പുറത്തേക്ക് ഇറങ്ങാം കേട്ടോ. അപ്പോൾ ഒന്നും ഇവിടെയുള്ളതൊന്നും, കാരണം ഇവിടുത്തെ വരെ നമുക്ക് വീഡിയോ അലൗഡ് ഉള്ളൂ, അതിന് ശേഷം ഒന്നും കഴിയില്ല. അപ്പോൾ നമ്മൾ പുറത്തിറങ്ങി ഒന്ന് തൊഴുതൊക്കെ വന്നതിന് ശേഷമാണ് ഇവിടെ നമ്മളെ കുങ്കുമം വിളക്കിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇഷ്ടമുള്ള പോലെ തൊടാം. അപ്പോൾ അതിനുള്ള ആൾക്കാരെയാണ് അവിടെ കാണുന്നത്. വലിയ തിരക്കൊന്നുമില്ല, അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ഓരോരുത്തരായിട്ട് കുങ്കുമം തൊടുന്നുണ്ട്. കണ്ടോ എന്ത് ഭംഗിയിലാണ് ഓരോന്നും ഇങ്ങനെ കൊത്തി വെച്ചിരിക്കുന്നത്. ഇതെന്താണ് സംഭവം എന്നറിയുന്നില്ല. ഇനി ഇതിന് പിന്നിൽ എന്തെങ്കിലും സ്റ്റോറി ഉണ്ടോ ഇതുണ്ടോ എന്നറിയില്ല. ഓരോ മൃഗങ്ങളെയും മനുഷ്യരെയും അങ്ങനെയൊക്കെ ഇവരിങ്ങനെ കൊത്തി എടുത്തിട്ടുണ്ട്. ഈ താഴെ ഇങ്ങനെയാണ് കാണുന്നത്, പക്ഷേ ഉള്ളിലൊക്കെ മാർബിൾ കൊണ്ടാണ്. ഇതെന്താ സംഭവം എന്നറിയില്ല. എന്തെങ്കിലും സൈസ് മാർബിൾ, ഈ വൈറ്റ് കാണുന്നതുമൊക്കെ മാർബിളിൽ കൊത്തിയെടുത്തതാണ്. അതൊക്കെ നേരിട്ട് കാണാൻ ഭയങ്കര ഭംഗിയാണ്, എങ്ങനെയാണ് പറയേണ്ടതെന്ന് അറിയില്ല. അത് നമ്മളിങ്ങനെ നോക്കി നിന്ന് പോകും. എനിക്ക് തോന്നുന്നു ഉള്ളിലുള്ള വിഗ്രഹങ്ങളെക്കാട്ടിയൊക്കെ നമുക്ക് ഇങ്ങനത്തെ നോക്കിയിരിക്കാനാണ് കൂടുതൽ നമുക്ക് ഒരു ഇത് തോന്നുന്നത്. കാരണം അത്രയും നല്ല ഭംഗിയിലാണ് അത് കൊത്തിയെടുത്തിട്ടുള്ളത്.
നല്ല ചൂട് കാരണം നമുക്ക് നടക്കാൻ നല്ല ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. കാരണം മാർബിളിൻ്റെ തറയിൽ നല്ല ചൂടുണ്ട്. ചില ഭാഗത്ത് കാല് വെക്കാൻ പറ്റുന്നില്ല, ചില ഭാഗം വലിയ കുഴപ്പമില്ല. പക്ഷേ ഈ ഭംഗി എങ്ങനെ ആസ്വദിക്കാണ്ടിരിക്കുന്നു നോക്കിയേ, നല്ല രസമില്ലേ കാണാൻ. സത്യം പറഞ്ഞാൽ എങ്ങനെയാണ് പറയേണ്ടതെന്ന് അറിയുന്നില്ല. എനിക്ക് അത്രയ്ക്കും ഇഷ്ടമായി. കാരണം ഇങ്ങനെ നടന്ന് വരുമ്പം ഇതിങ്ങനെ കാണാൻ ഞാൻ തന്നെയാണ് വീഡിയോ പിടിച്ചത്. അതുകൊണ്ട് എത്രത്തോളം വീഡിയോ കിട്ടിയിട്ടുണ്ടാവും നിങ്ങൾക്കത് മനസ്സിലാക്കാൻ. ഇവരൊക്കെ കാല് പൊള്ളിയിട്ട് ഒരു സൈഡിൽ മാറി നിൽക്കുക. പക്ഷേ എനിക്കിത് വീഡിയോ പിടിച്ചല്ലേ മതിയാവും, നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണ്ടേ. അതുകൊണ്ട് ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ മാക്സിമം റെക്കോർഡ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. കാരണം ഇങ്ങനെയൊക്കെ കാണുമ്പം ശരിക്കും ഇപ്പാണ് ഞാൻ, കാരണം ആ എന്താ പറയണ്ടേ, വെയിലടിച്ചിട്ട് എനിക്കും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല എത്രമാത്രം എനിക്കിത് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഞാനും ഇത്രയും മനോഹരമായിട്ട് എനിക്കിത് വീഡിയോ കിട്ടിയിട്ടുണ്ട് എന്ന് മനസ്സിലാവുന്നത്. മോശമില്ല അല്ലേ കാണാൻ? നിങ്ങളെ അഭിപ്രായം പറയണേ. എനിക്കിഷ്ടമായി ഏതായാലും. നല്ല ഭംഗിയില്ലേ കാണാൻ. അപ്പോൾ ഇതാ താഴെ ഒരു പൂള് പോലെയൊക്കെ ഉണ്ട്. അതിൻ്റെ നടുക്ക് ആരോ ഒരാൾ പൂളിൽ വീണിട്ടുണ്ടായിരുന്നു. എനിക്കൊന്ന് ഫ്രണ്ട്സിനോടൊക്കെ വർത്തമാനം പറഞ്ഞ് വരുമ്പം ശ്രദ്ധിക്കാണ്ട് അതിലേക്ക് വീണ് പോയതാണ്. അങ്ങനെ കണ്ട ആ സൈഡിൽ നിന്ന് ഇങ്ങനെ നടന്ന് വന്ന് ഇങ്ങനെ ഫ്രണ്ടിലോളം വരുമ്പം നല്ല ഭംഗിയുണ്ട്. എങ്ങനെയാണെന്ന് അറിയുന്നില്ല പറയണ്ടേന്ന്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പോവാണ്. അതിൻ്റെ ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു അഭിഷേക മണ്ഡപം ഉണ്ടെന്ന്. അഭിഷേക മണ്ഡപമാണെന്ന് തോന്നുന്നു. അഭിഷേക് മണ്ഡപം തന്നെ അവിടെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് പോവാണ്. അവിടെയും ഈ ഒരു 2 സൈഡ് മാത്രം നമുക്ക് ക്യാമറ ഇതാവുന്നുള്ളൂ. വിനോദം എത്തിക്കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് പിന്നെ എനിക്ക് റെക്കോർഡിൻ്റെ ഇതില്ല. ഈ ഒരു ഭാഗവും കാണിക്കാൻ പറ്റും, അതുപോലെ ഇപ്പുറത്തെ സൈഡിലേക്കും. അതിന് ശേഷം പിന്നെ വീഡിയോ പിടിക്കാൻ പറ്റുന്നില്ല. അവിടെ എന്തൊക്കെയോ നമുക്ക് ഇങ്ങനെ നമ്മളെ ഇത് ചെയ്യില്ലേ, പൂജ ചെയ്യുന്ന പോലത്തെ അങ്ങനത്തെ എന്തൊക്കെയോ സംഭവങ്ങളാണ്. നമ്മൾ പൂജയൊന്നും ചെയ്തില്ല. അതിനുശേഷം ഇവർ താഴത്തോട്ടേക്ക് ഇറങ്ങേണ്ട പരിപാടിയാണ്. കാരണം അമ്പല ദർശനമൊക്കെ കഴിഞ്ഞ് ഇനി വിനോദനൊന്ന് എന്താ പറയണ്ടേ, ഒരു റെസ്റ്റ് ഏരിയയിലേക്കൊന്ന് പോകണമെന്ന് പറഞ്ഞിട്ട് വിനോദൻ അങ്ങോട്ടേക്ക് പോയി. അപ്പോൾ അതിൻ്റെ സൈഡിൽ തന്നെ നമ്മളെ ഈ അമ്പലത്തിലേക്ക് വന്നിട്ട് നമുക്ക് എന്തെങ്കിലും നമ്മൾ വാങ്ങുന്ന പരിപാടി ഉണ്ടല്ലോ, സ്മൃതി അങ്ങനെ എന്തോ ആ ഷോപ്പിൻ്റെ പേര്. അവിടെയുള്ള ഈ അമ്പലത്തിൻ്റെ എന്തൊക്കെയോ കളക്ഷനും കാര്യങ്ങളൊക്കെ കാണിക്കുന്നതാണ്. അതായത് പിന്നെ ചെറിയ അവിടെ നിന്ന് കാണുന്ന നമ്മളെ ഫോട്ടോസും കാര്യങ്ങളെല്ലാം ഉണ്ടാവില്ലേ, അധികവും അങ്ങനത്തെ സംഭവങ്ങൾ. അപ്പോൾ റെസ്റ്റ് ഏരിയൻ്റെയും ഈ ഞാൻ പറഞ്ഞ സ്മൃതി ഷോപ്പിൻ്റെയും ഫ്രണ്ടിലായിട്ട് കുറേ മണികൾ ഇങ്ങനെ തൂക്കിയിട്ടുണ്ട്. അത് നമുക്ക് വേണ്ടിക്കലും മുട്ടാന്നാണ് തോന്നുന്നത്. എല്ലാവരും അവിടെ നിന്ന് ഇങ്ങനെ മുട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ പൈങ്കിളിയും ഒന്ന് മുട്ടി നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അത് എങ്ങനെയാണ് മുട്ടണ്ടേന്നൊക്കെ പറഞ്ഞ് ഒന്ന് ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം എന്തോ സൗണ്ട് വന്നില്ലാന്നോ ശരിക്കല്ലാന്നോ. കാരണം ഈ മണിമുട്ടൻ എനിക്ക് ഭയങ്കര പേടിയാണ്. കാരണം അതെന്തോ നാദത്തിലെല്ലാം ആ ഒരു സൗണ്ടിൽ വരണ്ടേ. ഇവർ പലവിധം എങ്ങനെയൊക്കെ മുട്ടി നോക്കുന്നുണ്ട്. ഞാനിപ്പം മുട്ടി നോക്കിയില്ല. ഞാൻ പൈങ്കിലോട് അങ്ങനെ അടിച്ചു നോക്ക്, മണി ഇങ്ങനെ അടിച്ചു നോക്ക് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. കാരണം എല്ലാവരും പല വിധത്തിൽ ആ ഒരു എന്തോ ഒരു മണി മുട്ടുമ്പോൾ നമുക്കൊരു സൗണ്ട് കിട്ടില്ലേ, അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പിന്നെ ഈ ഷോപ്പിലേക്ക് കയറി. ഇവിടെ നമ്മൾ ഈ പിന്നെ നിങ്ങൾക്ക് ഉള്ളിലുള്ള ഇതൊന്നും കാണിച്ചു തരാൻ പറ്റിയില്ലല്ലോ. പിന്നെ നമ്മളെ വിഗ്രഹങ്ങളൊന്നും അതൊക്കെ ഇതൊക്കെ ഫോട്ടോ ഒക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് വിഗ്രഹങ്ങളുള്ളതെന്നൊക്കെ വെച്ചാൽ, പിന്നെ ഈ അമ്പലത്തിൻ്റെ ചെറിയ ചെറിയ രൂപങ്ങൾ എന്നാണ് അങ്ങനത്തെ ചെറിയ ചെറിയ മോഡൽ ആക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ചിലതിനൊക്കെ നല്ല പൈസയുണ്ട്, ചിലത് വലിയ കുഴപ്പമില്ല എന്ന് പറഞ്ഞ പോലെ. അങ്ങനെ നമ്മൾ കുറേ സാധനങ്ങളൊക്കെ അവിടെ നോക്കി. കാരണം അതിൻ്റെ ഉള്ളിലുള്ള നമ്മളെ വിഗ്രഹങ്ങളെയൊക്കെ ഫോട്ടോ എന്തൊക്കെയാണെന്ന് എനിക്കറിയുന്നില്ല. ഏതൊക്കെയോ അയ്യപ്പനെയും ശിവനും പാർവതിയും അതുപോലെ കൃഷ്ണനും രാധയൊക്കെ മനസ്സിലായി. വേറെ എന്തൊക്കെയോ ഉണ്ട്, അതെന്തൊക്കെയാണെന്ന് അറിയില്ല. അങ്ങനെ ഈ മാഗ്നറ്റും പിന്നെ വിനോദം കുറച്ച് ടീഷർട്ടും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അതും പിന്നെ 2-3 സാധനങ്ങളും വാങ്ങി നമ്മളവിടുന്ന് ഇറങ്ങി. അതിനുശേഷം വിനോദനൊന്ന് മണി അടിച്ചു നോക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ അനക്കൊരു ഇതാഗ്രഹം. കാരണം ഇവരൊക്കെ മണിമുട്ടി. അപ്പോൾ ഞാൻ തന്നെ എടുക്കുമ്പോൾ ആ മണി ഇല്ലാത്തടിക്കാൻ പോയി അടിക്കാൻ നോക്കിയത്. അപ്പോൾ പിന്നെ വിചാരിച്ച് ഒന്ന് ഏതായാലും മുട്ടി നോക്കാം ഉള്ള ധൈര്യം സംഭരിച്ച് ഞാൻ പിന്നെ 3 പ്രാവശ്യം മുട്ടി. പക്ഷേ നല്ല കറക്റ്റായിട്ട് തന്നെ ആ സൗണ്ട് നാദം വന്നിട്ടുണ്ടായിരുന്നു. കാരണം നാട്ടിലെ അമ്പലത്തിൽ പോയാൽ എനിക്ക് ആ മണി മുട്ടാനൊരു പേടിയാണ്. കാരണം പല ഇതിലും വരിക. അപ്പോൾ പിന്നെ നമ്മൾ മടങ്ങാൻ തീരുമാനിച്ച് മടങ്ങുന്ന വഴി അവിടുന്ന് പ്രസാദം കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പ്രസാദവും വാങ്ങി. ഒരു സ്വീറ്റാണ്, എങ്ങനത്തെ സ്വീറ്റാണെന്ന് ഞാൻ തന്നെ വാങ്ങുന്ന കാണിച്ചു തരാം കേട്ടോ. ഇതാണ് സ്വീറ്റ്. അത് വാങ്ങിച്ച് ഞാൻ തന്നെ ക്യാമറ ഡയറക്ഷൻ എല്ലാം ആയതുകൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല. അങ്ങനെ നമ്മൾ അതും കഴിച്ച് പൈങ്കിളീൻ്റെ ഷോൾ അവിടെ ഏൽപ്പിക്കണ്ടേ. അപ്പോൾ ഇതും കഴിച്ച് അവിടെ അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പം ഗേറ്റിൻ്റെ സൈഡിലായിട്ടാണ് ഷോൾ കൊടുക്കേണ്ടത്. അതും കൊടുത്ത് അങ്ങനെ നമ്മൾ വണ്ടി കയറി. നല്ല ചൂടായിരുന്നു വണ്ടി. അപ്പോൾ ഡോറൊക്കെ ഒന്ന് തുറന്ന് വെച്ച് ഒരു 2 മിനിറ്റ് വണ്ടിയിലിരുന്ന്
അപ്പോൾ നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോവാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ബൈ ബൈ.